മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ സൂര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മഹാവ്യക്തിത്വത്തിൻ്റെ വിടവാങ്ങൽ, ആ വാർത്ത അല്പസമയം മുമ്പാണ് ഈ പട്ടം SUT ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ മുതൽ തന്നെ കൂടുതൽ നേതാക്കളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമൊക്കെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. അദ്ദേഹമാണ് ആദ്യം ഈ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായി എന്നറിഞ്ഞപ്പോൾ തന്നെ എത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി ഇവിടെ നിന്ന് IK സെൻറ്ററിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ CPI നേതാക്കൾ ബിനോയ് വിശ്വവും പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ, സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി ഒക്കെ ഈ ആശുപത്രിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വി.എസ്. അച്യുതാനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അത് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുശോചന സന്ദേശമാണ്. അദ്ദേഹം ഇവിടേക്ക് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് ഏറെ പറയാനുള്ള തുടരണം. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി അല്പസമയത്തിനകം അദ്ദേഹത്തിന് അനുശോചന സന്ദേശം നൽകും. 1950-കൾ മുതൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തി സ്തംഭമായി വി.എസ്. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. 57-ൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. തുടർന്ന് 1982-ൽ അദ്ദേഹം 1980-ൽ അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവുന്നു. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ള 32 പേർ CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്നാണ് CPIM എന്ന പാർട്ടി രൂപീകരിച്ചത്. അതിൽ കേരളത്തിൽ നിന്ന് E.K. നായനാർ, E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട്, A.K. ഗോപാലൻ, E.K. ഇമ്പിച്ചിബാവ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം വി.എസ്. അച്യുതാനന്ദനുണ്ടായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാൾ, ഇന്ത്യയിൽ നിന്നുള്ള 32 കമ്മ്യൂണിസ്റ്റുകൾ ചേർന്നാണ് CPIM രൂപീകരിക്കുന്നത്. അതിലെ ആ 32 പേരിലെ ഒരാൾ വി.എസ്. അച്യുതാനന്ദനായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 7 പേരിൽ ഒരാൾ. തുടർന്ന് അദ്ദേഹം CPIM രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ CPIM കേരള സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആലപ്പുഴയിലാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, പാർട്ടിയുടെ ശക്തി കേന്ദ്രം, ഒപ്പം വി.എസ്. അച്യുതാനന്ദൻ എന്ന കരുത്തന്റെ സാന്നിധ്യം. അങ്ങനെ CPIM-ന്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ അതിഗംഭീരമായ വിജയമാക്കുന്നതിന് CH കടാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി വരുമ്പോൾ ആ സമ്മേളന വിജയത്തിന്റെ നടുനായകത്വം വി.എസ്. അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം 67-ൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കറിയാം, അതിനുശേഷം അദ്ദേഹം 70-ലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു.